പരിണാമ സിദ്ധാന്തം ഇന്നും പലർക്കും ദഹിക്കാത്ത ഒരു വസ്തുവാണ്. ദഹിക്കാത്തതെന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കേണ്ട. ഇന്നും പലർക്കും പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്, ഒരു വിഷയമാണ് പരിണാമ സിദ്ധാന്തം. മറ്റേതൊരു ശാസ്ത്രശാഖയിലും പരീക്ഷണങ്ങളിലൂടെ ആ ശാസ്ത്രശാഖയിലെ സിദ്ധാന്തം തെളിയിക്കപ്പെടുമ്പോൾ പരിണാമ സിദ്ധാന്തത്തിൽ അതിന് സാധിക്കുന്നില്ല എന്നതാണ് വിഷയം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ജലം ഉണ്ടാകുന്നത് ഓക്സിജൻ ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ചേർന്നാണ് എന്ന് കെമിസ്ട്രിയിൽ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും തന്മാത്രകൾ ഉയർന്ന ഊർജ്ജത്തിൽ സംയോജിപ്പിച്ചുകൊണ്ട് ജലം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഇലക്ട്രോളൈസിസ് വഴി ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും വാതകങ്ങളാക്കി മാറ്റാനും പറ്റും. പക്ഷെ പരിണാമത്തിന്റെ കാര്യത്തിൽ ഇത് സാധ്യമാവുന്നില്ല. നമ്മിൽ പലർക്കും പരിണാമ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അതിപ്പോഴും ചാൾസ് ഡാർവിനാണ്. അതും അദ്ദേഹം പറഞ്ഞ കാര്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടോ ആണെന്നുള്ളതാണ് ഏറെ ദുഃഖകരം. എന്നാൽ ഡാർവിൻ മാത്രമല്ല ഈ മേഖലയിൽ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിണാമം എങ്ങനെ സംഭവിക്കുന്നുവെന്നും ചാൾസ് ഡാർവിൻ അല്ലാതെ മറ്റേതെല്ലാം ശാസ്ത്രജ്ഞർ ഏതെല്ലാം മേഖലകളിൽ പരിണാമ സിദ്ധാന്തം രൂപീകരിക്കാൻ സഹായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുമാണ്. പരിണാമത്തിലൂടെ പുതിയ ജീവിവർഗങ്ങൾ എങ്ങനെ ഉരുത്തിരിയുന്നു, ഇപ്പോഴും പരിണാമം നടക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നതായി കാണാത്തത് എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിണാമം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കാലക്രമേണ സംഭവിക്കുന്ന മാറ്റമാണ്. ഇവോൾവോ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് എവല്യൂഷൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ടു അൺറോൾ, അതായത് ചുരുൾ നിവരുക, ചുരുളഴിയുക, രഹസ്യം വെളിപ്പെട്ട് വരിക എന്നെല്ലാമാണ് ഈ വാക്കിന്റെ അർത്ഥം. ട്രീ ഓഫ് ലൈഫിന്റെ, ജീവന്റെ വൃക്ഷത്തിന്റെ ആകൃതിക്കും ഫോസിൽ റെക്കോർഡുകളിലും ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ചുറ്റിലും കാണുന്ന ജൈവ വൈവിധ്യം സൃഷ്ടിക്കുന്നതിനും എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമമാണ് കാരണം. മുൻപ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയട്ടെ. പരിണാമശാസ്ത്രം ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് സംസാരിക്കുന്ന വിഷയമല്ല, മറിച്ച് ഇന്ന് ഈ ഭൂമിയിൽ കാണപ്പെടുന്നത്രയും ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, ഈ ജൈവ വൈവിധ്യം എങ്ങനെ ഉണ്ടായി എന്നാണ്. ഇതാദ്യം മനസ്സിൽ വയ്ക്കുക. ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കുകൾക്കെതിരെയും ഉറുമ്പുകൾ DDTക്കെതിരെയും പ്രതിരോധം നേടുന്നത് നമുക്കറിയാം. ഏറ്റവും അടുത്ത കാലത്ത് COVID-19 വൈറസിൽ ജനിതകമാറ്റം സംഭവിച്ച് ഒമൈക്രോൺ ആയി മാറിയതും നമുക്കറിയാം. ഇതുതന്നെയാണ് പരിണാമം. നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ചുറ്റുപാടിനോട്, പാരിസ്ഥിതിക ചുറ്റുപാടിനോട് ഇണങ്ങി ജീവിക്കാൻ ജീവികൾ വരുത്തുന്ന ശാരീരിക ക്രമീകരണമാണ് പരിണാമം എന്ന് മനസ്സിലാക്കുക. പരിണാമത്തെക്കുറിച്ചുള്ള ഒരു പൊതു സംശയം, പരിണാമം ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ശാസ്ത്രീയ ആശയം എന്ന നിലയിൽ പരിണാമ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതൊരു വിപ്ലവമായിരുന്നു. ചാൾസ് ഡാർവിനും ആൽഫ്രഡ് റസൽ വാലസും ചേർന്നാണ് ഈ ലോകത്തുള്ള ജീവികളെ പറ്റി, ജീവികളുടെ ഉത്ഭവത്തെ പറ്റി അല്ലെങ്കിൽ ആവിർഭാവത്തെ പറ്റി നമ്മുടെ ധാരണയെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു വിശദീകരണം ആദ്യമായി നടത്തിയത്. എന്നാൽ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അവിടെ കൊണ്ട് തീർന്നില്ല. മനുഷ്യൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 160 വർഷങ്ങളിൽ ഡാർവിനും വാലസിനും അറിയാത്ത കാര്യങ്ങൾ പലതും ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് അറിയാം. പരിണാമം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ ഇന്ന് കാണുന്ന അത്രയും ജീവജാലങ്ങളുടെ കൂട്ടം എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ രൂപീകരിക്കാൻ കഴിയും, അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് എങ്ങനെ അറിയാം, അതറിയാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ധാരാളം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചാൾസ് ഡാർവിനും ആൽഫ്രഡ് റസൽ വാലസും ബ്രിട്ടീഷ് പൗരന്മാരായ പ്രകൃതി ശാസ്ത്രജ്ഞരായിരുന്നു. ദീർഘമായ പര്യവേഷണ യാത്രകൾ ചെയ്തതാണ് ഇരുവരുടെയും പ്രത്യേകത. ഡാർവിൻ തെക്കേ അമേരിക്കയിലെ ഗാലപ്പാഗോസ് ദ്വീപുകളിലേക്കും വാലസ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ദ്വീപസമൂഹങ്ങളിലേക്കും അല്ലെങ്കിൽ മലയൻ ആർക്കിപ്പലാഗോ എന്നറിയപ്പെടുന്ന ദ്വീപസമൂഹങ്ങളിലേക്കുമാണ് യാത്ര ചെയ്തത്. ഈ രണ്ടുപേരും ഈ രണ്ട് സ്ഥലത്തും കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ ഏകദേശം സമാനമായിരുന്നു. അതിനെ ചുരുക്കമായിട്ട് ഇങ്ങനെ വിശദീകരിക്കാം. വളരെയധികം സാമ്യമുള്ള ജീവികൾ അവർ ജീവിക്കുന്ന പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ശരീരം ചെറുതായി പരിഷ്കരിക്കുന്നതായിട്ട് രണ്ടുപേരും കണ്ടെത്തി. ഡാർവിൻ നിരീക്ഷിച്ചത് ഗാലപ്പാഗോസ് ദ്വീപുകളിലെ ഒരുതരം പക്ഷികളിലായിരുന്നു. ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് പറയപ്പെടുന്ന പക്ഷികളിൽ കാണപ്പെടുന്ന അവരുടെ കൊക്കിന്റെ, അതായത് ചുണ്ടിന്റെ, പക്ഷികളുടെ ചുണ്ടിന്റെ വ്യത്യാസമായിരുന്നു ഡാർവിൻ നിരീക്ഷിച്ചത്. വാലസ് ആകട്ടെ വിവിധ നദീതീരങ്ങളിൽ താമസിക്കുന്ന കുരങ്ങുകൾ തമ്മിലുള്ള വ്യത്യാസമായിരുന്നു നിരീക്ഷിച്ചത്. ഈ പാറ്റേണുകൾ അർത്ഥമാക്കുന്നത് ഈ ഇനങ്ങളെല്ലാം ഒരുപക്ഷെ ഒരേ സ്ഥലത്ത് നിന്ന് ഒരു പൊതു പൂർവികയിൽ നിന്നായിരിക്കാം ഉത്ഭവിച്ചതെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കി. ഈ രണ്ട് നിരീക്ഷണങ്ങളിലും ജീവികളുടെ ശരീരഘടന അവയുടെ ചുറ്റുപാടിലെ സാഹചര്യങ്ങൾ കൊണ്ട് കാലക്രമേണ രൂപപ്പെടുന്നതാണെന്ന് ഇരുവരും മനസ്സിലാക്കി. നല്ല സഞ്ചാരികൾ എന്നതിന് പുറമെ ഡാർവിനും വാലസും മികച്ച വായനാശീലമുള്ളവരുമായിരുന്നു. ഇവരുടെ ആശയങ്ങളെ പ്രകൃതി, ചരിത്രം, ഭൂമിശാസ്ത്രം,
സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിലെ മറ്റ് മുൻ ചിന്തകർ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തു. ജോർജ് കുവിയർ, ചാൾസ് ലയൽ, തോമസ് മാൽത്തൂസ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്നിവരെ പോലുള്ള പണ്ഡിതരുടെ പ്രബന്ധങ്ങൾ, അതായത് ഭൂമി വളരെ പഴയതാണ്, കാലക്രമേണ ജീവികൾ മാറുകയും വംശനാശം സംഭവിക്കുകയും ചെയ്യുന്നു, കൂടാതെ ഓരോ ജീവിവർഗങ്ങളും പരിമിതമായ സ്രോതസ്സുകൾക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നിങ്ങനെയുള്ള ആശയങ്ങൾ പരിണാമ സിദ്ധാന്തത്തിന്റെ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് നയിക്കാൻ ഡാർവിനും വാലസിനെയും സഹായകമായി. ഡാർവിനും വാലസും ഈ ചിന്തകൾ അവരുടെ സ്വന്തം ഉൾക്കാഴ്ചയോടും നിരീക്ഷണങ്ങളോടും ചേർത്ത് 1858 ലണ്ടനിൽ നടന്ന ശാസ്ത്ര സമ്മേളനത്തിൽ അവരുടെ പ്രകൃതി നിർണയ സിദ്ധാന്തം, അതായത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അവതരിപ്പിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും ജനസംഖ്യയിൽ, അതായത് പോപ്പുലേഷനിൽ സ്വാഭാവിക വ്യതിയാനങ്ങൾ സംഭവിക്കുമെന്നും, അതായത് വേരിയേഷൻ സംഭവിക്കുമെന്നും, ആ മാറ്റങ്ങളുടെ ഫലമായി പോപ്പുലേഷനിലെ ചില അംഗങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ അതിജീവിക്കുകയും പുനരുൽപ്പാദിപ്പിക്കുകയും ചെയ്യുമെന്നും ഇരുവരും പ്രസ്താവിച്ചു. ഇതാണ് നാച്ചുറൽ സെലക്ഷനിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആശയം. അതിജീവിച്ച് കൂടുതൽ പ്രജനനം ചെയ്യുന്നവർ അവരുടെ സ്വഭാവ സവിശേഷതകൾ സന്തതി പരമ്പരകൾക്ക് കൈമാറുന്നു. ഇതിന്റെ അർത്ഥം ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഒരു വ്യക്തിക്ക് നേട്ടം നൽകുന്ന സ്വഭാവ സവിശേഷതകൾ കൂടുതൽ തവണ കൈമാറ്റം ചെയ്യുന്നു എന്നാണല്ലോ. അതിന്റെ ഫലമായി ജനസംഖ്യയിലെ കൂടുതൽ ആളുകൾക്ക് ആ സ്വഭാവം ഉണ്ടാവുകയും ചെയ്യും. ഇത് കാലക്രമേണ ഒരു പോപ്പുലേഷനിൽ ചില സ്വഭാവ സവിശേഷതകൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ കാണിക്കാൻ ഇടയാക്കും. ഈ സംഭവ പരമ്പര ഒരു ജീവിവർഗത്തിന്റെ ഉള്ളിൽ, അതായത് ഒരു സ്പീഷീസിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ നമ്മൾ അതിനെ മൈക്രോ എവല്യൂഷൻ എന്ന് വിളിക്കും. അല്പം കൂടെ വിശാലമായ ക്യാൻവാസിലാണെങ്കിൽ നമ്മൾ അതിനെ മാക്രോ എവല്യൂഷൻ എന്നാണ് പറയുക. മാക്രോ എവല്യൂഷൻ എന്താണ് എന്ന് പുറകെ നമുക്ക് അല്പം കൂടെ വിശദമായിട്ട് പറയാം. നാച്ചുറൽ സെലക്ഷനിലൂടെ പരിണാമ പ്രക്രിയയെപ്പറ്റി സിദ്ധാന്തിച്ചുവെങ്കിലും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, ഡാർവിനും വാലസിനും മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ ഈ സ്വഭാവവിശേഷങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. അത് അവരുടെ കുറ്റമായിരുന്നില്ല. കാരണം ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകശാസ്ത്രം എന്ന മേഖല ആ സമയത്ത്, ഡാർവിനും വാലസും ഇത് പറയുന്ന സമയത്ത് അത്രമാത്രം പ്രസിദ്ധി ആർജിച്ചിരുന്നില്ല. 1850കളിൽ ഡാർവിനും വാലസും പ്രകൃതി നിർദ്ധാരണത്തിന്റെ, അതായത് നാച്ചുറൽ സെലക്ഷന്റെ ആ ഒരു ആശയം രൂപീകരിക്കുമ്പോൾ ഗ്രിഗർ മെൻഡൽ എന്ന ചെക്കസ്ലോവാക്യൻ സന്യാസി പയർച്ചെടികളിൽ ജനിതകശാസ്ത്രപരമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പയർച്ചെടികളിൽ ഗ്രിഗർ മെൻഡൽ നടത്തിയ പരീക്ഷണങ്ങൾ ചില നിർണായക കണ്ടെത്തലുകളിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. ജീവജാലങ്ങൾ സന്തതികൾക്ക് ജന്മം നൽകുമ്പോൾ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ വെറുതെ കൂടിക്കലരുന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പകരം ചിലത് മാത്രം വ്യത്യസ്തമായ എണ്ണം സന്തതികൾക്ക് പ്രത്യേകമായി പാരമ്പര്യമായി ലഭിക്കുന്നുവെന്ന് ഗ്രിഗർ മെൻഡൽ കണ്ടെത്തി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട ജീവശാസ്ത്രജ്ഞർ ജനിതകശാസ്ത്രത്തെക്കുറിച്ച്, ജനറ്റിക്സിനെ കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്ന സമയത്താണ് ഗ്രിഗർ മെൻഡലിന്റെ പഠനം വീണ്ടും ചർച്ചാ വിഷയമാവുന്നത്. ഈ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അമേരിക്കക്കാരനായ തോമസ് ഹണ്ട് മോർഗൻ, അല്ലെങ്കിൽ TH മോർഗൻ. പയർച്ചെടികൾക്ക് പകരം അദ്ദേഹം പരീക്ഷണ വസ്തുവാക്കിയത് പൂവീച്ചകളെയാണ്. പൂവീച്ച അല്ലെങ്കിൽ പഴയീച്ച എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ പഴങ്ങളിൽ നിന്നും മറ്റും വന്നിരിക്കുന്ന ചെറിയ ഈച്ചകളെ കണ്ടുണ്ടാവുമല്ലോ, അതുതന്നെയാണ് ആൾ. ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് ശാസ്ത്രനാമം. 1910 വിചിത്ര സ്വഭാവമുള്ള ഒരു ഈച്ച പോപ്പുലേഷനെ അദ്ദേഹം കാണുകയും അതിനെ വളർത്തുകയും ചെയ്തു. പൂവീച്ചകൾക്ക് സാധാരണ ഉണ്ടായിരിക്കുന്ന ചുവന്ന കണ്ണിനേക്കാൾ വ്യത്യസ്തമായി വെളുത്ത കണ്ണുകളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. വെളുത്ത കണ്ണുള്ള ഈ ഈച്ചകളുടെ പുനഃപ്രജനനത്തിലൂടെ മാതാപിതാക്കളെ പോലെ ചുവന്ന കണ്ണുള്ള ഈച്ചകളെ ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പുതിയ ഗവേഷണ തരംഗമാണ് പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചത്. നാച്ചുറൽ സെലക്ഷനെ പോലെ പരിണാമത്തിന്റെ മറ്റൊരു ചാലകശക്തിയായ മ്യൂട്ടേഷൻ ആണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. DNA ഘടനയിൽ സംഭവിക്കുന്ന മാറ്റമാണ് മ്യൂട്ടേഷൻ എന്ന് ലളിതമായി പറയാം. ഈച്ചകളുടെ ജീനിൽ ക്രമരഹിതമായി സംഭവിച്ച മാറ്റമാണ് കണ്ണുകളുടെ നിറം മാറ്റത്തിന് കാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനാൽ മ്യൂട്ടേഷനാണ് ജീവജാലങ്ങളിലെ വ്യതിയാനത്തിന് കാരണമെന്നും നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത് ഇത്തരം വ്യതിയാനങ്ങളിന്മേലാണെന്നും മോർഗൻ സിദ്ധാന്തിച്ചു. പ്രയോജനകരമായി മ്യൂട്ടേഷൻ കൈമാറ്റം ചെയ്യപ്പെടുമെന്നും അല്ലാത്തവ ഒടുവിൽ അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. അങ്ങനെ 1900-ാം ആണ്ടിന്റെ തുടക്കത്തിൽ പരിണാമത്തിന്റെ 4 പ്രധാന ശക്തികളിൽ 2 ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. ഡാർവിനും വാലസും നാച്ചുറൽ സെലക്ഷൻ എന്ന സിദ്ധാന്തം കൊണ്ടുവരികയും മോർഗൻ ഈ കൂട്ടത്തിലേക്ക് മ്യൂട്ടേഷൻ എന്ന ആശയത്തെ ചേർത്ത് വയ്ക്കുകയും ചെയ്തു. പോപ്പുലേഷൻ ജനറ്റിക്സ് എന്ന പഠനശാഖയുടെ സ്ഥാപകരായ RA ഫിഷർ, JBS ഹാൽഡെയ്ൻ, സിവൽ റൈറ്റ് എന്നിവരുടെ പഠനങ്ങളിലൂടെ 1920കളിലാണ് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ ആശയങ്ങൾ യഥാർത്ഥത്തിൽ ഒത്തുചേരാൻ തുടങ്ങി. ഫിഷറും ഹാൽഡെയ്നും ഗ്രിഗർ മെൻഡലിന്റെ ജനിതക ആശയങ്ങൾ നാച്ചുറൽ സെലക്ഷനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഗണിതശാസ്ത്രപരമായി പഠിച്ചു, പ്രത്യേകിച്ചും വലിയ പോപ്പുലേഷനിൽ. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ പെപ്പേർഡ് മോത്ത് എന്ന ശലഭങ്ങൾ കാണിക്കുന്ന പരിണാമ പ്രവർത്തനത്തെ
ഗണിതപരമായി വിശദീകരിച്ചത് ഹാൽഡെൻ ആണ്. എന്നാൽ പെപ്പേർഡ് മോത്തുകളെ കുറിച്ചുള്ള പഠനം ആദ്യമായി നടത്തിയത് ബെർണാഡ് കെറ്റിൽവെൽ ആണ്. ആ കഥ കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ചിത്രത്തിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് പെപ്പേർഡ് മോത്ത്, ബിസ്റ്റൺ ബെറ്റുലേറിയ എന്ന് സയന്റിഫിക് നെയിം. ഇവരുടെ പോപ്പുലേഷനിൽ സ്വാഭാവികമായും ഇവർ ഉണ്ടാവുന്നത് രണ്ട് നിറങ്ങളിലാണ്, വെളുപ്പ് നിറത്തിലും ഇരുണ്ട നിറത്തിലും. എന്നാൽ ഇവർ ഇംഗ്ലണ്ടിൽ കാണപ്പെടുന്നതിന് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് എന്ന് ബെർണാഡ് കെറ്റിൽവെൽ കണ്ടെത്തി. അതിങ്ങനെയാണ്: മലിനീകരണ തോത് കൂടുതലുള്ള മാഞ്ചസ്റ്റർ ഭാഗങ്ങളിൽ ഇരുണ്ട നിറമുള്ള ശലഭങ്ങളെയും മലിനീകരണ തോത് കുറവുള്ള ബർമിംഗ്ഹാം ഭാഗങ്ങളിൽ വെളുത്ത നിറമുള്ള ശലഭങ്ങളുമായിരുന്നു ധാരാളം കണ്ടെത്തിയിരുന്നത്. വ്യവസായശാലകളിൽ നിന്നുള്ള പുകയും കരിയും ഏറ്റ് ഈ പ്രാണികൾ താമസിച്ചിരുന്ന മരത്തിന്റെ പുറന്തൊലി ഇരുണ്ടതായി പോയതിനാൽ ഇരുണ്ട നിറത്തിലുള്ള ശലഭങ്ങൾ മാത്രം അതിജീവിക്കുകയും അവരുടെ ജീൻ വേഗം വ്യാപിക്കുകയും ചെയ്തു. കാരണം ഇരുണ്ട നിറത്തിൽ ഇരിക്കുന്ന വെളുത്ത പ്രാണികൾ ശത്രുക്കളുടെ കണ്ണിൽ വേഗം വിടുകയും അവരെ തിന്നു തീർക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഇരുണ്ട ശലഭങ്ങൾ മാത്രം അതിജീവിക്കുകയും ആ ജീനുകൾ അതിവേഗം വ്യാപിക്കുകയും ചെയ്തു. ഫിഷർ, ഹാൽഡെൻ എന്നിവരുടെ പഠനങ്ങൾ വലിയ പോപ്പുലേഷനിൽ നാച്ചുറൽ സെലക്ഷൻ സാവധാനത്തിലും എന്നാൽ നിരന്തരമായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതേ സമയം അമേരിക്കയിൽ സിവൽ റൈറ്റ് എന്ന ജനിതക ശാസ്ത്രജ്ഞൻ ചെറുതും ഒറ്റപ്പെട്ടതുമായ പോപ്പുലേഷനിൽ പരിണാമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്ര പഠനങ്ങളാണ് ജനിതക വ്യതിയാനം അല്ലെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. ചില ജീനുകൾ പ്രത്യക്ഷപ്പെടുന്ന ആവൃത്തി അപ്രതീക്ഷിതവും ക്രമരഹിതവും ആണെന്ന് ജനറ്റിക് ഡ്രിഫ്റ്റ് പറയുന്നു. വലിയ പോപ്പുലേഷനേക്കാൾ ചെറിയ പോപ്പുലേഷനിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് കൂടുതൽ സ്വാധീനം ചെലുത്തും എന്നും അദ്ദേഹം മനസ്സിലാക്കി. 1930കളുടെ അവസാനത്തിൽ ഉയർന്നു വന്ന മറ്റൊരു ആശയമാണ് ജീൻ ഒഴുക്ക് അല്ലെങ്കിൽ ജീൻ ഫ്ലോ. കുടിയേറ്റത്തിലൂടെ ഒരു പോപ്പുലേഷനിൽ നിന്ന് മറ്റൊരു പോപ്പുലേഷനിലേക്ക് ഉണ്ടാകുന്ന ജീനുകളുടെ ചലനമാണ് ജീൻ ഫ്ലോ. അതിനാൽ ഒരു സ്പീഷീസിലെ ഒരു പോപ്പുലേഷനിലെ അംഗങ്ങൾ, ഉദാഹരണത്തിന് കേരളത്തിലെ കാടുകളിൽ കാണപ്പെടുന്ന മലയണ്ണാനുകൾ മഹാരാഷ്ട്ര മേഖലയിലെ കാടുകളിൽ കാണപ്പെടുന്ന മലയണ്ണാനുകളുമായി പ്രജനനം നടത്തുകയാണെന്ന് വിചാരിക്കുക. അത് മറ്റൊരു പോപ്പുലേഷൻ ആണല്ലോ. ഇതാണ് ജീൻ ഫ്ലോ. എന്താ സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിലെ കാടുകളിലെ മലയണ്ണാനുകൾ മറ്റൊരു ഭാഗത്തേക്ക് കുടിയേറിയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ മലയണ്ണാനുകളുടെ പോപ്പുലേഷനിലെ ജനിതക ഘടനയിൽ മാറ്റം സംഭവിക്കും. ഇതും പരിണാമപരമായ മാറ്റത്തിന്റെ ചാലക ശക്തിയാണ്. ഫിഷർ, ഹാൽഡെൻ, സിവൽ റൈറ്റ് എന്നിവരുടെ സിദ്ധാന്തങ്ങൾ ഒരുമിച്ച് ജീനുകളിൽ പ്രവർത്തിക്കുന്ന നാച്ചുറൽ സെലക്ഷനാണ് പരിണാമം എങ്ങനെ സംഭവിക്കുന്നു എന്നതിന് ഏറ്റവും സാധ്യതയുള്ള വിശദീകരണം എന്ന് തെളിയിച്ചു. 1937 മറ്റൊരു ജീവശാസ്ത്രജ്ഞൻ ജനിതക ശാസ്ത്രത്തിൽ നിന്നും പ്രകൃതി ചരിത്രത്തിൽ നിന്നുമുള്ള എല്ലാ തെളിവുകളും ഒന്നിച്ചു കൊണ്ടുവന്ന് നാച്ചുറൽ സെലക്ഷനിലൂടെ പരിണാമം എങ്ങനെ പുതിയ വർഗങ്ങളെ, പുതിയ സ്പീഷീസുകളെ സൃഷ്ടിക്കും എന്ന് വിശദീകരിച്ചു. മൈക്രോ എവല്യൂഷനിൽ നിന്നും മാക്രോ എവല്യൂഷനിലേക്ക് ആശയപരമായ ഒരു കുതിച്ചുചാട്ടം നടത്താൻ ശാസ്ത്രജ്ഞരെ ഇത് സഹായിച്ചു. തിയഡോഷ്യസ് ഡോബ്ഷാൻസ്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈച്ചകളുടെ പരീക്ഷണശാലയുണ്ടല്ലോ, TH മോർഗൻ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷണശാല, അവിടുത്തെ ജോലിക്കാരനായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു ഡോബ്ഷാൻസ്കി. ഒരേ ഇനമായി കണക്കാക്കിയിരുന്നുവെങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈച്ചകൾ ജനിതകപരമായി വ്യത്യസ്തമാണെന്ന് ഡോബ്ഷാൻസ്കി കണ്ടെത്തി. കാരണം ഈ ഈച്ചകൾ പരസ്പരം പ്രജനനം ചെയ്യാൻ, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു. അതിനാൽ ഇത് ശരിക്കും വ്യത്യസ്ത ഇനങ്ങൾ തന്നെയല്ലേ എന്ന് ഡോബ്ഷാൻസ്കി സംശയിച്ചു. തന്റെ പരീക്ഷണങ്ങളിലൂടെ പുതിയ ജീവിവർഗം, സ്പീഷീസുകൾ എങ്ങനെ ഉത്ഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഡോബ്ഷാൻസ്കി ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. മ്യൂട്ടേഷനുകൾ സ്വാഭാവികമായി ഏതൊരു പോപ്പുലേഷനിലും സംഭവിക്കുന്നു. ഒരു പോപ്പുലേഷൻ ഒറ്റപ്പെട്ടു പോയാൽ ഈ വ്യതിയാനങ്ങൾ ആ ഒരൊറ്റ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങുകയും അവിടെ തന്നെ തുടരുകയും ചെയ്യും. പുതിയ മ്യൂട്ടേഷനുകൾ പ്രത്യക്ഷപ്പെടാം, എന്നാൽ ഈ വ്യതിയാനങ്ങളൊന്നും ബാക്കിയുള്ള ആൾക്കാരെ ബാധിക്കുകയില്ല. കാരണം ഒറ്റപ്പെട്ടു നിൽക്കുന്നതിനാൽ കുടിയേറ്റം സാധ്യമാവുകയില്ലല്ലോ. ഇത് ഒരു ഗ്രൂപ്പിനെ മറ്റുള്ളവരിൽ നിന്നും ജനിതകപരമായി വ്യത്യസ്തരാക്കും. മതിയായ അളവിൽ സമയം ലഭിക്കുകയാണെങ്കിൽ ഇവർക്ക് മറ്റു ആൾക്കാരുമായി പ്രജനനം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ഒരു പുതിയ ജീവിവർഗമായി മാറുകയും ചെയ്യും. വലിയ തോതിലുള്ള പരിണാമ രീതികൾ വിശദീകരിക്കുന്നതിനായി നിരവധി പരിണാമ ജീവശാസ്ത്ര ശാഖകളുടെ സമന്വയമായ അല്ലെങ്കിൽ സഹകരണമായ സിന്തറ്റിക് തിയറിയുടെ തുടക്കമായിരുന്നു ഇത്. ഇന്ന് ഡാർവിൻ സിദ്ധാന്തത്തിലൂടെ മാത്രമല്ല പരിണാമശാസ്ത്രം വിശദീകരിക്കുന്നത്. പരിണാമത്തെ വിശദീകരിക്കാൻ ഇന്നുള്ള സിദ്ധാന്തമാണ് നിയോ ഡാർവിനിസം അല്ലെങ്കിൽ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ന് പരിണാമത്തെ വിശദീകരിക്കുന്നത് ഡാർവിനിസത്തിൽ ഊന്നി മാത്രമല്ല, മറിച്ച് സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷനിലൂടെയാണ്. പരിണാമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ നിലവിലെ ധാരണയുടെ ചട്ടക്കൂടാണ് ഇത്, സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ. 1953
DNA ഘടനയും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിലൂടെയും ജനിതക ശാസ്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ മെച്ചപ്പെട്ട ഒരു ധാരണ ശാസ്ത്രലോകത്തിന് കിട്ടി. അതിനാൽ റെപ്ലിക്കേഷന്റെ സമയത്ത് DNA തെറ്റായി പകർത്തപ്പെടുമ്പോൾ മ്യൂട്ടേഷൻ ക്രമരഹിതമായി സംഭവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി. മ്യൂട്ടേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജീൻ ഫ്ലോ എന്നിവയ്ക്കൊപ്പം പരിണാമത്തിന്റെ സംവിധാനങ്ങളിൽ ഒന്ന് മാത്രമാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് ഇന്ന് നമുക്കറിയാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് മ്യൂട്ടേഷൻ എല്ലാ ജീവികളിലും നടക്കാവുന്ന ഒരു സംഗതിയാണ്. ഇത് പുതിയ ചില സ്വഭാവങ്ങൾ അവയ്ക്ക് കൊടുക്കുകയും ചെയ്യും. സ്പീഷീസുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഇത്തരം ജനിതക വ്യതിയാനത്തെ മൈക്രോ എവല്യൂഷൻ എന്ന് പറയുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞ ബാക്ടീരിയയിലെ ആന്റിബയോട്ടിക് പ്രതിരോധം ഉദാഹരണമാണ്. മനുഷ്യരിൽ ഇപ്പോഴും പരിണാമം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ തീരദേശ നിവാസികളായ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. കടലുമായി ബന്ധപ്പെട്ട് ഉപജീവനം തൊഴിലാക്കിയ ഇവരെ അറിയപ്പെടുന്നത് ബജൗ ആളുകൾ അല്ലെങ്കിൽ ബജൗ പീപ്പിൾ, ബജൗ മനുഷ്യർ എന്നാണ്. മിനിറ്റുകളോളം കടലിന്റെ അടിയിൽ മുങ്ങി ജോലി ചെയ്യാനുള്ള ഇവരുടെ കഴിവ് ജനിതകപരമാണ് എന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് ദഹിപ്പിക്കാൻ മനുഷ്യ ശരീരത്തിൽ ശൈശവകാലത്ത് കാണപ്പെടുന്ന ഒരു എൻസൈമാണ് ലാക്ടേസ്. പ്രായപൂർത്തിയാകുന്നതോടെ പലരിലും ഇതിന്റെ ഉൽപ്പാദനം നിൽക്കുകയും ചെയ്യും. എന്നാൽ വടക്കൻ യൂറോപ്പിലെ 74 മുതൽ 82% ആൾക്കാരിലും ഈ എൻസൈം ഉണ്ടാക്കുന്ന ജീൻ ഇപ്പോഴുമുണ്ട്. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഈ ജീൻ 0 മുതൽ 2% ആൾക്കാരിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഭക്ഷണശീലം കൊണ്ട് ജനിതകപരമായി ഉരുത്തിരിഞ്ഞതാണ് യൂറോപ്യന്മാർക്ക് ഈ പ്രത്യേകത എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം മൈക്രോ എവല്യൂഷന്റെ ഉദാഹരണങ്ങളാണ്. ഇനി പുതിയ ജീവിവർഗം ഉണ്ടാവാത്തത് എന്നാണ് എന്ന ചോദ്യം. ജനിതക മ്യൂട്ടേഷൻ സംഭവിച്ച് ഒരു വിഭാഗം ജീവികൾ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ട് തമ്മിൽ കൂടി കലരാതെ വളരെ കാലം ജീവിച്ചെങ്കിൽ മാത്രമേ പുതിയ ഒരു വർഗമായി, ഒരു സ്പീഷീസായി മാറുകയുള്ളൂ. സ്പീസിയേഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. കുറഞ്ഞ ആയുസ്സുള്ള ജീവികളിൽ പുതിയ വർഗവും വകഭേദവും ഉണ്ടാകുന്നത് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ടീരിയ, വൈറസ് എന്നിവയിലെല്ലാം പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുന്നതായി നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. മ്യൂട്ടേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജീൻ ഫ്ലോ, നാച്ചുറൽ സെലക്ഷൻ ഇതെല്ലാം നടന്നാലും ഐസൊലേഷൻ സംഭവിക്കാതെ പുതിയ വർഗം ഉണ്ടാവുകയില്ല എന്ന് ഡോബ്ഷാൻസ്കി പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർദൈർഘ്യം കൂടിയ ജീവികളിൽ ഇത്തരം വർഗമാറ്റം നടക്കുന്നത് കാണാൻ കാലങ്ങളെടുക്കും. എത്ര വർഷം പിറകോട്ടുള്ള കാലം നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും? ഒരു 100, 150, 200 വർഷത്തെ കാര്യം നമുക്ക് പിന്നോട്ട് ഒരു പിക്ചർ പോലെ മനസ്സിൽ തെളിയിക്കാൻ പറ്റും. എന്നാൽ അതിനു മുമ്പത്തെ കാലം, കോടാനുകോടി കൊല്ലങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് അത് താങ്ങാൻ പറ്റുകയില്ല. ചുരുക്കത്തിൽ ഡാർവിൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു സംഗതിയല്ല ഇന്ന് പരിണാമശാസ്ത്രം. ജീവശാസ്ത്രത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ള ആശയങ്ങളും പഠനങ്ങളും, ഉദാഹരണത്തിന് സെൽ ബയോളജി, ജനറ്റിക്സ്, എക്കോളജി, ഡെവലപ്മെന്റൽ ബയോളജി, അതോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ശാസ്ത്രശാഖയുടെ ചേർന്നുള്ള പഠനമാണ് ഇന്ന് നടക്കുന്നത്. എവല്യൂഷൻ എങ്ങനെ നടക്കുന്നുവെന്നും ഇന്നും എവല്യൂഷൻ നടക്കുന്നുണ്ടോ എന്നും മനുഷ്യരിൽ പരിണാമം ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നും എന്തുകൊണ്ട് പുതിയ ജീവിവർഗങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നും ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി എന്ന് കരുതട്ടെ. മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.